യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ താതനിൻ വേലയും തികച്ചു. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോൽ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവമെന്നെയും താൻ സ്വന്തമാക്കിയ, ശത്രുവമെന്നെയും താൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപമിൻ അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപമിൻ അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം
ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സീയോനിൽ, വിണ്ടൂരർക്കും പാടാൻ അസാധ്യമേയത്. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സീയോനിൽ, വിണ്ടൂരർക്കും പാടാൻ അസാധ്യമേയത്. കാൽവരിഗിരിയിൽ കാൽക്കാരം തുളച്ച, കുഞ്ഞാളം പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ, കുഞ്ഞാളം പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തങ്ങൾ തരുന്നു. ഒന്ന്, നിത്യജീവൻ്റെ വാഗ്ദത്തം. രണ്ട്, സ്വാതന്ത്ര്യം തരുന്നു. വാഗ്ദത്തം സ്വാതന്ത്ര്യം തരാമെന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവ് തരുന്നു. ദൈവത്തിന് സ്തോത്രം. ശാപം എങ്ങനെയെല്ലാം വരുന്നു? വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, നമുക്ക് വായിക്കാം. മർക്കോസിന് ശേഷം 11-21 വാക്യം വായിക്കാം. മർക്കോസ് 11:21. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. കർത്താവ് അത്തിയെ ശപിച്ചു. എന്തുകൊണ്ട്? ഫലം കായ്ക്കുന്നില്ല, ഫലം കൊടുക്കുന്നില്ല. ഫലം പ്രതീക്ഷിച്ചു, പക്ഷേ ഫലം കൊടുക്കുന്നില്ല, ഫലമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഫലം കായ്ക്കേണ്ടവരാണ്. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ശാപഗ്രസ്തമായ അനുഭവം വരും, ശപിക്കപ്പെടും. ഫലം കായ്ക്കണം. എന്താണ് നമ്മിൽ നിന്ന് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? നമ്മിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഫലം കാഞ്ഞിരത്തിൻ്റെ കൈപ്പറ്റ ഫലമാണോ, അതോ നമ്മിൽ നിന്ന് നല്ല മധുര നാരങ്ങയുടെ ഫലമാണോ നമ്മിൽ കിട്ടുന്നത്? നാം ചിന്തിക്കുക, എന്നിൽ നിന്ന് യേശുക്രിസ്തുവിന് എന്താണ് കിട്ടുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ഫലം എന്താണ്? എൻ്റെ ആത്യന്തിക ഫലം, എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? മധുരമായ വാക്കുകൾ, കൃപയോടുകൂടിയ വാക്കുകൾ, രുചി വരുത്തിയ വാക്കുകൾ, ആത്മീയർത്ഥം എടുത്തുന്ന വാക്കുകൾ, എല്ലാവരെയും സ്നേഹിക്കുന്ന വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ, സ്നേഹത്തിൻ്റെ പ്രവൃത്തി. വാക്ക് മാത്രം പോരല്ലോ, പ്രവൃത്തി വരണമല്ലോ. സ്നേഹത്തിൻ്റെ പ്രവൃത്തി, കരയുന്നവരോട് കരയുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം. നോക്കൂ, നമ്മിൽ നിന്ന് വരുന്ന ഫലം എന്താണ്? ആത്യന്തികമായി നമ്മിൽ നിന്ന് വരുന്ന ഫലം എന്താണ്? സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, എന്നിൽ നിന്ന് എന്താണ് ഫലം ഉണ്ടായത്? എൻ്റെ വീട്ടിൽ ഞാൻ സമാധാനപുത്രനായിരുന്നുവോ? എൻ്റെ വീട്ടിൽ ഞാൻ സമാധാനപുത്രിയായിരുന്നുവോ? ഞാൻ ആശ്വാസപുത്രിയായിരുന്നുവോ? വീട്ടിലെല്ലാവർക്കും ഞാൻ സമാധാനം കൊടുക്കുന്നതിനായിരുന്നുവോ? വീട്ടിലെല്ലാവർക്കും ഞാൻ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നതിനായിരുന്നുവോ? അതോ ഞാൻ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ കലക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ മൂലം ആരെങ്കിലും, എൻ്റെ സ്വന്തം വീട്ടിൽ ആരെങ്കിലും കരയാനായിട്ടുണ്ടോ? ആരെങ്കിലും ദുഃഖിക്കാൻ വന്നിട്ടുണ്ടോ? എൻ്റെ അപക്വമായ പെരുമാറ്റം മൂലം, അവിവേകമായ പെരുമാറ്റം മൂലം എൻ്റെ വീട്ടിൽ ആരെങ്കിലും കരയാനിടയായിട്ടുണ്ടോ? ചിന്തിക്കണം, നാം ചിന്തിക്കണം. ഫലം കഴിക്കുന്നത് എന്താണ്? എന്താണ് ഫലം കഴിക്കുന്നത്? ഗലാത്യലേഖനം 5:22 നമുക്ക് അറിയാമല്ലോ. 5:19 വായിക്കൂ. അവിടെ ദുഷിച്ച ഫലങ്ങളും നല്ല ഫലങ്ങളും നമുക്ക് കാണാം, വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇങ്ങനെ 15 കാര്യങ്ങൾ പറഞ്ഞു അപ്പോസ്തലനോട്. തുടർന്ന് വായിക്കും. 22 വാക്യം വായിക്കുമ്പോൾ കാണാം, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ദൈവത്തിന് സ്തോത്രം.
ഓരോന്നോരോന്നെടുത്ത് നിങ്ങൾ ചിന്തിക്കണം. ഓരോന്നോരോന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്താ ഈ ജാരശങ്ക? ജാരശങ്ക എന്താ? അത് അനേകർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്. ജാരശങ്ക വെറുതെ ഭർത്താവിനെ സംശയിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ഭാര്യയെ സംശയിക്കുന്നു. അതൊരു മാനസിക രോഗമാണ്, അതൊരു പൈശാചിക ബാധയാണ്, സാത്താൻ്റെ ബാധയാണ്. ചിലരെല്ലാം ഉണ്ട്, വേറെ പുറമേ ഒരു കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് വേറെ ആരോടോ സ്നേഹമുണ്ട്, വേറെ ആരോ ആയിട്ട് അവൾക്ക് അടുപ്പമാണ് എന്ന് ചിന്തിച്ചു പോകുന്നു. എൻ്റെ ഭർത്താവിന് ആരോടോ വലിയ അടുപ്പമുണ്ട്, സ്നേഹമുണ്ട് ചിന്തിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ചിലരൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എൻ്റെ അടുത്ത് വന്ന ചിലർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തറപ്പിച്ച് പറഞ്ഞു, അങ്ങനെ അല്ല, നിങ്ങൾ ധരിക്കുന്ന പോലെ അല്ല, അങ്ങനെ അദ്ദേഹത്തിന് കുഴപ്പമില്ല. അല്ല സാറേ, ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറയുന്നത്. നേരിട്ട് കണ്ടതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു ഹലൂസിനേഷനാണ്, ഒരു മിഥ്യയായ കാഴ്ചയാണത്. ശരിയല്ലാത്തൊരു കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ തിന്മയായി ഇതൊന്നും ഉണ്ടാകരുത്. നല്ല ഫലം കായ്ക്കണം, നല്ല ഫലം കായ്ക്കണം, നല്ല ഫലം കായ്ക്കുന്നതായി തീരണം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചന പുസ്തകം 5-ാം അധ്യായം ആദ്യ ഭാഗം ഒന്ന് വായിക്കൂ. നല്ല ഫലം കായ്ക്കുന്നതായി തീരണം. നാം കർത്താവിൻ്റെ തോട്ടത്തിൽ നല്ല ഫലം കായ്ക്കുന്ന നല്ല അനുഗ്രഹീതമായ വൃക്ഷമായിരിക്കണം. വായിക്കാം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാനൊരു പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയനായ യേശുക്രിസ്തുവിനെ ചേർത്ത് പറയുകയാണ്, ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി, മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നല്ല വക മുന്തിരിവള്ളി തന്നെയാണ് നട്ടത്. നടുവിൽ ഒരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. അതെ, മുന്തിരിങ്ങ പഴുത്ത് കഴിയുമ്പോൾ അതെല്ലാം ചക്കിലായിട്ട് ആട്ടി മുന്തിരിച്ചെടുക്കാനുള്ളതായ ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കഷ്ടം. ഈ യജമാനൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല മുന്തിരിവള്ളി നട്ടു. പക്ഷേ കാത്തിരുന്നെങ്കിലും കിട്ടിയത് വളരെ ഹീനമായ മുന്തിരിങ്ങ, കാട്ടുമുന്തിരിങ്ങ. ഉപയോഗിക്കാൻ കൊള്ളില്ല, ഉപയോഗിക്കാൻ പറ്റാത്തതായ കാട്ടുമുന്തിരിങ്ങ കിട്ടി. എൻ്റെ പ്രിയതവനെ ഞാൻ തോട്ടത്തെക്കുറിച്ചൊരു പാട്ട് പാടും. യെശയ്യാ പറയുകയാണ്, എല്ലാ ഫലവത്തായ ഒരു കുന്നിന്മേലാണ് നട്ടത്, നല്ലൊരു തോട്ടമായിരുന്നു. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചക്കുമിട്ടു, എല്ലാം തയ്യാറായി, അത് വീഞ്ഞെടുക്കാനായിട്ട് തയ്യാറായി കാത്തിരിക്കുകയാണ്. പക്ഷേ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഇതാണ് ഇന്ന് അനേകരിൽ വരുന്നത്. അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളെ വീണ്ടെടുത്തത്. വലിയ പ്രതീക്ഷയോടെ. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രതീക്ഷയോടെ വീണ്ടെടുത്തു. നിങ്ങളറിയാത്ത വിധത്തിലുള്ളതായ ആത്മീയ വചനങ്ങൾ നിങ്ങളുടെ നാവിന്മേൽ കർത്താവ് വരച്ചു തന്നു. നിങ്ങൾ വചനം പറയുന്നവർക്കറിയാം, ഒരിക്കലും ചിന്തിക്കാത്തതായ ആത്മീയ ദൂതുകൾ നിങ്ങളുടെ നാവിൽ വരച്ച് കിട്ടി. ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ളതായ ആത്മീയ ദർശനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആത്മീയ ഒരു കാഴ്ചപ്പാട് കിട്ടി. അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയിൽ വരാനിടയായി. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കാട്ടുമുന്തിരിങ്ങ. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കൂ, നാം ഫലം കായ്ക്കുന്നവരാണോ? എന്ത് ഫലമാണ് നിങ്ങൾ കായ്ക്കുന്നത്? നാം ഫലം കായ്ക്കുന്നവരല്ലെങ്കിൽ നാം ശവിക്കപ്പെട്ടവരായിത്തീരും. ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ശവിക്കപ്പെട്ടവരായിത്തീരും. മർക്കോസിന് ശേഷത്തിൽ 11-ാം അധ്യായത്തിൽ കണ്ടതാണ്. അത്തിയെ കർത്താവ് ശപിച്ചു. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ, പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ ശാപയോഗ്യരാണ്. നമ്മിൽ നിന്ന് കിട്ടേണ്ട ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടണം. ഇന്ദ്രിയജയം. എന്താണ് ഇന്ദ്രിയജയം? അവയവങ്ങളുടെ മേൽ നീന്തണം. പുറത്തെ അവയവങ്ങളുടെ മേൽ, അകത്തെ അവയവങ്ങളുടെ മേൽ. അങ്ങനെ നമ്മുടെ അകത്തും പുറത്തുമുള്ള ഇന്ദ്രിയങ്ങളുടെ മേൽ ജയം വരണം. അവയവങ്ങളുടെ മേൽ ജയം വരണം. അവയവങ്ങൾ നമ്മുടെ കീഴിലായിരിക്കണം. ഒരിക്കലും അവയവങ്ങളുടെ ആ ചൊൽപ്പടിക്ക് നിന്ന് പോകരുത്. അവയവങ്ങൾ നമ്മെ തെറ്റായ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ, ഇല്ല ഞാൻ യേശുവിൻ്റെ വകയാണ് ഉള്ളിൽ പറയണം. തെറ്റായ കാര്യം ചെയ്യാനായിട്ട് തോന്നൽ വരുമ്പോൾ, ഇല്ല ഞാൻ യേശുവിന് സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ വാക്ക് പറഞ്ഞതാണ്. ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് പാവത്തെ ജയിച്ചു പോകുന്നത്. അതാണ് പോരാട്ട ജീവിതം. ജീവിതത്തിലേക്ക് നോക്കുക. അരിശം വരുമ്പോൾ, അല്ലെങ്കിൽ കോപം വരുമ്പോൾ, വൃത്തികെട്ട വാക്കുകൾ പറയാൻ തുടങ്ങുമ്പോൾ ഉടനെ വായടച്ചുകൊള്ളണം. ഉടനെ വായിച്ചുകൊള്ളണം. കർത്താവേ, അയ്യോ രക്ഷിക്കണേ കർത്താവേ, തിരക്കുതലിനെ മറച്ചുകൊള്ളണമേ. ഉടനെ പ്രാർത്ഥിച്ചുകൊള്ളണം. നിരന്തരം പോരാട്ടം, നിരന്തരം പിശാചിനോട് പോരാട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയജീവിതം ആവശ്യമാണ്. ജയജീവിതം ഒക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. പക്ഷേ കിട്ടുന്നില്ല, ജയജീവിതം കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
ചിലരെല്ലാം പറയും, എനിക്ക് സാറേ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ തീരുമാനമെടുത്തു പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെ പറയുന്നവരാണ് ബഹുഭൂരിപക്ഷവരും. വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ അനേകം പേരും അങ്ങനെയാണ്. എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ മാനുഷിക ബലഹീനതയല്ലേ, ദൈവം ക്ഷമിച്ചോളും. ഇല്ല മോനെ, ഇല്ല, ദൈവം ക്ഷമിക്കുകയില്ല. നിനക്ക് നല്ല വചനങ്ങൾ തന്നിട്ടുണ്ട്, നിനക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. നീ നല്ല ഫലം കായ്ച്ചു കൊള്ളണം. നല്ല ഫലമേ കായ്ക്കാവൂ, ചീത്ത ഫലം കായ്ക്കരുത്. വിദ്വേഷമോ വെറുപ്പോ വരരുത്, വൈരാഗ്യമോ പകയോ വരരുത്, ഇഷ്ടക്കുറവോ മുഷിച്ചിലോ വരരുത്. ജീവിതത്തിൽ വിശുദ്ധമായ ചിന്തകൾ മാത്രം, വിശുദ്ധി മാത്രം, സ്നേഹം മാത്രം. കറ തീർന്ന സ്നേഹം, കറയുള്ള സ്നേഹമല്ല, കറയില്ലാത്ത സ്നേഹം, ചെളിയില്ലാത്ത സ്നേഹം, നിർമ്മലമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. അത് നമ്മുടെ ഹൃദയത്തിൽ വരണം. ആരെയും കാണിക്കാനുള്ള സ്നേഹമല്ല, മറ്റാരെയും ബോധിപ്പിക്കാനുള്ള സ്നേഹമല്ല. ഇത് എൻ്റെ കർത്താവേ, നീ എനിക്ക് സ്പോണ്ടേനിയസ് ഔട്ട്കം ആയിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി വരുന്നതായിട്ട് വരണം. ഈ സ്നേഹം സ്വാഭാവികമായിട്ട് വരണം. എൻ്റെ സ്വഭാവം സ്നേഹമാണെന്ന് വരണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തെറ്റിദ്ധരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ, യേശു ക്രിസ്തു എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഓർക്കണം, നല്ല ഫലം കായ്ച്ചു കൊള്ളണം. 1, ഫലം കൊടുക്കാത്തവൻ ശപിക്കോട്ടൻ. 2, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കോട്ടൻ. അത് ആദ്യം ചിന്തിച്ചല്ലോ. 3, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-50 വാക്യം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. മറക്കരുത്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കോട്ടൻ. ഒരു അലസത വരുന്നു. പ്രവൃത്തിയാണ്, കർത്താവിൻ്റെ വേലയാണെന്നറിയാം. പക്ഷേ വേലയിൽ ഒരു ഉദാസീനത വരുന്നു, വേലയിൽ ഒരു മടുപ്പ് വരുന്നു, വേലയിലൊരു തളർച്ച വരുന്നു. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നതിന് ശപിക്കോട്ടെ. ഉദാസീനത വരുന്നു, ഒരിക്കലും വരരുത്. ഏത് പ്രായത്തിലാണെങ്കിലും അത്യന്ത ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. അത്യന്ത ഉത്സാഹത്തോടെ. ചിലപ്പോൾ പ്രായാധികമായി കാണും, പറ്റില്ലായിരിക്കും, നടക്കാൻ പറ്റില്ലായിരിക്കും, അല്ല, നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വേലയാണ്, എൻ്റെ കർത്താവിൻ്റെ വേല. കർത്താവേ, നീ എനിക്ക് ആയുസ് തരുന്നിടത്തോളം ഞാൻ നിൻ്റെ വേലക്കാരനായിരിക്കും. നീ എനിക്ക് എത്ര കാലം ആയുസ് തരുന്നു, അക്കാലം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കും. നിൻ്റെ മുന്തിരിത്തോപ്പിൽ ഞാൻ അധ്വാനിക്കും, നിൻ്റെ തോട്ടത്തിൽ ഞാൻ അധ്വാനിക്കും. നിൻ്റെ തോട്ടത്തിൽ ഞാൻ മാറുകയില്ല, നിൻ്റെ വേലയിൽ ഞാൻ മാറുകയില്ല. കർത്താവേ, യഹോവയുടെ പ്രവൃത്തി ഉദാസീനത ഞാൻ ചെയ്യുകയില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥലം കൊടുത്താൽ നഷ്ടമല്ല, നിങ്ങളുടെ സമയം കൊടുത്താൽ നഷ്ടമല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പണം കൊടുത്താൽ നഷ്ടമല്ല. എല്ലാം മുതൽക്കൂട്ടാണ്, നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ടാണ്. മക്കൾക്ക്, മക്കളുടെ മക്കൾക്കുള്ള മുതൽക്കൂട്ടാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ വീട് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം വിട്ടുകൊടുക്കുക. എല്ലാവരും ഉപരിയായി യേശുവിൻ്റെ വേല, യേശുവിൻ്റെ കാര്യം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വഴി നാം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുത്തുവോ? പൂർണ്ണമായി കർത്താവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുവോ? കർത്താവേ, എൻ്റെ കാര്യമില്ല, എൻ്റെ ലാഭമില്ല, എൻ്റെ പ്രയോജനമില്ല, എൻ്റെ യാതൊരു ഉദ്ദേശവുമില്ല. ആകെ വേണ്ടത് യേശുവിൻ്റെ പ്രയോജനമുള്ളത് മാത്രം. യേശുവിൻ്റെ കാര്യം മുഴുവൻ കംപ്ലീറ്റ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് സെറ്റ് അപ്പാർട്ട് ചെയ്യുന്നു, മുഴുവനായിട്ട് വിട്ടുകൊടുക്കുന്നു. ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ഡിവോട്ട് ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, നമ്മുടെ കൂട്ടായ്മ അതാണ് വിഭാവനം ചെയ്യുന്നത്. കർത്താവ് നമുക്ക് അതാണ് വചനം തന്നിരിക്കുന്നത്. എല്ലാം മറന്നിട്ട് കർത്താവിന് വേണ്ടി അങ്ങ് മുഴുവനായി ചെലവഴിക്കപ്പെടാൻ വിട്ടുകൊടുക്കുക, മുഴുവനായി ചെലവഴിക്കപ്പെടാൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ഭാസുരമാകും, പ്രകാശമാനമാകും. നമുക്ക് വലിയ പ്രത്യാശയുണ്ടാകും. ഭാവിയെക്കുറിച്ച് നമുക്കെല്ലാം അനുഗ്രഹകരമായ ചിന്തകളുണ്ടാകും. നമുക്ക് നിരാശ മാറിപ്പോകും, ഭാരങ്ങൾ മാറിപ്പോകും. ഉണ്ട്, ഭാരങ്ങൾക്കുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാം മാറിപ്പോകും. അപ്പോഴപ്പോൾ അതെല്ലാം കർത്താവ് മാറ്റിത്തരും. മുൻകൂട്ടിയെല്ലാം മാറ്റിത്തരികയില്ല, അപ്പോഴപ്പോൾ മാറ്റിത്തരും. അബ്രഹാമിനെ പ്രവർത്തിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് കാണിച്ചു തരാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ്. കാണിച്ചു തരാനിരിക്കുന്ന ദേശം ഏത് ദേശമാണെന്ന് പറഞ്ഞില്ല. നീ പുറപ്പെടുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക, ഞാൻ നിനക്ക് ദേശം കാണിച്ചു തരും. അബ്രഹാം ഓർത്തു, എന്താ ഈ പറയുന്നത്? പക്ഷേ അബ്രഹാം അങ്ങനെ ഓർത്തില്ല. കാരണം അബ്രഹാമിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അറിയാമായിരുന്നു. അബ്രഹാം ഒന്നും നോക്കാതെ പുറപ്പെട്ടു പോവുകയാണ്. എങ്ങോട്ടെന്ന് അറിയാൻ പാടില്ല, എങ്ങോട്ടെന്നറിയാതെ പുറപ്പെട്ടു. സ്തോത്രം. ഇതാണ് വിശ്വാസ യാത്ര എന്ന് പറയുന്നത്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ജീവിതത്തിൽ മുഴുവനായി കർത്താവിന് വിട്ടുകൊടുത്ത് പോകുന്നതായൊരു ഭാഗ്യം, എന്തോ ഒരു മഹാഭാഗ്യം. കർത്താവേ, ആ മഹാഭാഗ്യം
കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. എല്ലാം വിട്ട് സകലവും മറന്ന് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചുള്ള മുന്നോട്ടുള്ള യാത്ര, ക്രിസ്തുവിനെ മാത്രം കാണുന്നൊരു യാത്ര, ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കുന്നൊരു യാത്ര. ദൈവത്തിന് സ്തോത്രം. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, പക്ഷേ കാഴ്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഫലം കൊടുക്കുന്നവരായിത്തീരണം, ഫലം കൊടുക്കുന്നവരായിത്തീരണം. ഇല്ലെങ്കിൽ ശാപഗ്രസ്തമാണത്. ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ശാപഗ്രസ്തമായി തീരും. ശാപം വരും, ദൈവിക ശാപം വരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മുഹത്വപ്പെടട്ടെ. നിങ്ങൾ എന്തെല്ലാം ഫലമാണ് കായ്ച്ചത്? കോപിച്ച് പറഞ്ഞ് പിരാകുന്നു, ശപിക്കുന്നു, ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു, ഭർത്താവിനോട് പരിഭവിക്കുന്നു, ഭർത്താവിനോട് ക്ഷമകേട് കാണിക്കുന്നു, ഭാര്യയോട് സ്നേഹമില്ലായ്മ കാണിക്കുന്നു, ഭാര്യയെ ഒരു കൂലിക്കാരിയെ പോലെ കണക്കാക്കുന്നു, ഒരു വേലക്കാരിയെ പോലെ കണക്കാക്കുന്നു. ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട എൻ്റെ ഒരു അടിമയാണ് ഭാര്യ എന്ന് ചിന്തിക്കുന്നു. എല്ലാം തെറ്റാണ്. എല്ലാം നിങ്ങൾ ഭാര്യയെ സ്വന്തം ഭാര്യ എന്നേക്കാൾ ഭേദപ്പെട്ടവണെന്ന് ചിന്തിച്ചോളണം. ഭർത്താവിനെ എൻ്റെ സ്വന്തം ഭർത്താവ് എന്നേക്കാൾ ഭേദപ്പെട്ടവനെന്ന് ചിന്തിച്ചോളണം. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭാര്യ, കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവ്, അങ്ങനെ ചിന്തിക്കണം. നിങ്ങൾ പലരും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകൾ വരുന്നത് എനിക്കറിയാം. സാറേ, ഇത് ചിലർക്കൊക്കെ പറ്റുമായിരിക്കും, എൻ്റെ കുടുംബത്തിൽ പറ്റില്ല. അദ്ദേഹം ഒരു ജോലി ചെയ്യാതെ കുടിച്ച് ലക്കിലാതെ നിന്ന് അവസാനം ഞാൻ രാത്രി തല്ലുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നു. മക്കൾക്ക് പേടിയാണ്, വായിക്കാൻ പറ്റുന്നില്ല, അവർ വരാന്തയിലോ മുറ്റത്തോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നു. സാറേ, എൻ്റെ കുടുംബത്തിൽ ഈ കാര്യം നടക്കുമോ? അദ്ദേഹത്തെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു അടിമയായി ക്രിസ്തുവിനെ സ്നേഹിച്ച് എരിഞ്ഞെരിഞ്ഞ് നിന്നാൽ ഇപ്പോഴത്തെ ക്രൂസിന് പകരം ഒരു കിരീടം ലഭിക്കും. കടന്നു പോകുമ്പോഴല്ല, ഇവിടെ വെച്ച് തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം മാറും. സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വെച്ച് തന്നെ ഭാര്യയുടെ സ്വഭാവം മാറും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എരിഞ്ഞു തീരുന്നൊരു ദൈവമായി തീരണം. എരിഞ്ഞെരിഞ്ഞു തീരുന്ന ദൈവം, കത്തി കത്തി തീരുന്നൊരു മെഴുകുതിരി. ദൈവത്തിന് സ്തോത്രം. പറ്റുമോ? അത് സാധിക്കുമോ? വരും. നിങ്ങളുടെ മക്കൾ വരും, പേടിക്കണ്ട. നിങ്ങളുടെ ഭാര്യ വരും, നിങ്ങളുടെ ഭർത്താവ് വരും, പേടിക്കണ്ട. നിങ്ങളുടെ അമ്മ വരും, അമ്മയമ്മ വരും, മരുമോൾ വരും. എല്ലാവരും. നിങ്ങൾ ഒരാൾ തീയായി നിൽക്കൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. സത്യമായി നിങ്ങൾ പറയട്ടെ, ഒരാൾ തീ ജ്വാലയായി നിൽക്കൂ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കൂ. യേശുക്രിസ്തു സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചാൽ നന്നായിരുന്നു. നിങ്ങളെല്ലാവരും ഈ മഹാഭാഗ്യം അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ തെറ്റിപ്പോയി, ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഫലം പുറപ്പെടുന്നതായി തീരണം. ഇല്ലെങ്കിൽ ശാപഗ്രസ്തമായി പോകും. അതാണ് അവസാനം ചെല്ലുമ്പോഴാണ് എല്ലാം അറിയുന്നത്. ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് കടന്നു പോകുമ്പോഴാണ് എല്ലാം അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, മരണത്തോടടുത്ത് കിടക്കുമ്പോൾ, മരണം അരിച്ചരിച്ച് വരുമ്പോൾ എല്ലാവരും അടുക്കം നിൽക്കുന്നവരെല്ലാം ഇതാ ബോധം പോയി മരിക്കാൻ തുടങ്ങുകയാണെന്നൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബോധം മനസ്സ് പോയിട്ടില്ല, ബോധം മറഞ്ഞിട്ടില്ല, മരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. മിണ്ടുന്നില്ല, മൗനമാണ്, ഒന്ന് വലിക്കുക, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴുണ്ട് നിങ്ങളുടെ ആദ്യകാലം മുതൽ മറന്നുപോയതും മറച്ചു വെച്ചതുമായ അനേകം കാര്യങ്ങൾ, പാവങ്ങളൊന്നും അണിനിരന്ന് നിൽക്കും. മറന്നുപോയതെല്ലാം അണിനിരന്ന് നിൽക്കും. അയ്യോ, കഷ്ടം, നഷ്ടമായിപ്പോയല്ലോ, അയ്യോ, ഞാൻ മാനസാന്തരപ്പെടേണ്ടതായിരുന്നല്ലോ, കിട്ടിയ സമയം പാഴാക്കി കളഞ്ഞല്ലോ. എല്ലാ പാപവും അതിന് സാഹചര്യം ഉൾപ്പെടെ വന്ന് അണിനിരന്ന് നിൽക്കും. പിശാചുക്കൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പാപങ്ങളുടെ നീ ചെയ്തവനല്ലേ, നിന്നെ പിടിക്കി കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പറയും. ദുരാത്മാക്കൾ പറയും. പാവം മനുഷ്യൻ പേടിച്ച് വിറയ്ക്കും. പുറമേ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അറിയാൻ പാടില്ല, അറിയില്ല. ദൈവത്തിന് സ്തോത്രം. പരമദയനീയമായി എല്ലാവരെയും നോക്കുന്നത് കണ്ണു തുറന്നല്ല, എല്ലാവരെയും കാണാവന്. അവിടെ നിൽക്കുന്നവരെല്ലാവരെയും കാണാം. ബന്ധപ്പെട്ടവർ, മക്കളുടെ മക്കൾ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, അവരെല്ലാവരും മാറി കാണാൻ നോക്കും. അയ്യോ, എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നവൻ കരയും. പക്ഷേ അവരാരും കേൾക്കുന്നില്ല. അവൻ വേദനിച്ച് വിതുമ്പിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. മരണനേരത്ത് വായു വലിച്ച് കിടക്കുമ്പോഴാണ് ആളറിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാവരെയും മാറി അവൻ നോക്കും. എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്ന് നോക്കും. എനിക്ക് സഹായിക്കാൻ ആരുമില്ലേ, ഞാനിതാ നാശത്തിലേക്ക് പോകുന്നു, നഷ്ടത്തിലേക്ക് പോകുന്നു, എന്നെ ഒന്ന് സഹായിക്കൂ. ആർക്ക് സഹായിക്കാൻ പറ്റും? ഭീകരാത്മാക്കളൊന്ന് ചുറ്റി നിൽക്കുന്നു, ഭയന്ന് വിറയ്ക്കുന്നു. ദുരാത്മാക്കളുടെ, ഭൂതാത്മാക്കളുടെ ഗണമായി വന്ന് ചുറ്റി നിൽക്കുന്നു.
കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്ന പിശാചുക്കളാണ്. ദൈവത്തിന് സ്തോത്രം. പാവം നിരാശയോടെ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതൊന്നും നമുക്ക് വരരുത്. ഫലം കായ്ച്ചു കൊള്ളുക. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ നിറവേറ്റിക്കൊള്ളുക. ചെയ്യാവുന്നതെല്ലാം ചെയ്ത് തീർത്തുകൊള്ളുക. അതിവേഗം ചെയ്ത് തീർത്തുകൊള്ളുക. അതിവേഗം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ തീരുമാനമെടുക്കാം. കർത്താവേ, നഷ്ടത്തിൻ്റെ കാലങ്ങളെല്ലാം ഞാൻ വിടുന്നു. പാഴായിപ്പോയ കാലങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ദൈവമേ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എല്ലാം ഞാൻ വിടുന്നു. എനിക്കൊന്നും മതി. പാപത്തിൽ സ്വാതന്ത്ര്യം വേണം, ശാപത്തിൽ സ്വാതന്ത്ര്യം വേണം. പോരാ കർത്താവേ, നിൻ്റെ നല്ല പ്രവൃത്തികളുടെ നല്ല ഫലത്തിനായി നീ കാത്തിരുന്നപ്പോൾ ചീത്തഫലം കായ്ച്ചു എന്നുള്ള അപകടം എനിക്ക് വന്നുപോയി. അതിൽ നിന്ന് രക്ഷിക്കണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. യേശുനാഥ, നിൻ്റെ അത്ഭുത വചനങ്ങൾ കേൾക്കുവാനും നിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനും നീ ഞങ്ങളെ വിളിച്ചു ചേർത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഉൾക്കണ്ണ് തുറക്കണമേ. അനുഗ്രഹം പകരണമേ. യേശുനാഥ, നിൻ്റെ മഹത്വമേറിയ വചനത്താൽ ഓരോരുത്തരും പരിശുദ്ധമാക്കപ്പെടണമേ. ജീവിത വിശുദ്ധി അനുഭവിക്കാൻ ഭാഗ്യം നൽകണമേ. അവിടെ രണ്ടാമത്തോട് വേണ്ടി മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.